പുത്തൻ പ്രതീക്ഷകളൊക്കെ നൽകിക്കൊണ്ട് 2024 പിറന്നിരിക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷയില്ല. കടത്തിൽ നിന്നും വീണ്ടും കടക്കണിയിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ് നമ്മുടെ സർക്കാർ. ഇപ്പോഴത്തെ രണ്ടാം പിണറായി മന്ത്രിസഭ അഴിച്ചുപണിയൊക്കെ നടത്തി 2 മന്ത്രിമാർ മാറി പകരം 2 പേർ മന്ത്രിപദത്തിലെത്തി. പിന്നാലെയാണ് 8ന്റെ പണി വരുന്നത്. മന്ത്രിമാരെ മാത്രമല്ല മാറ്റിയത്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലും വൻ അഴിച്ചുപണി കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ. ഇതോടെ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും കടക്കണിയിലാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത തന്നെയാണ് പ്രതീക്ഷയോടെ എത്തുന്ന 2024 പണിയായിട്ട് മാറിയിരിക്കുന്നത്. രാജിവെച്ച മന്ത്രിമാർ 37 പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷനും പുതിയ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കുമായി ഇനി നല്ലൊരു തുകയായിരിക്കും സർക്കാരിന് മാറ്റിവെക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിയമിക്കുന്ന പുതിയ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ബാധ്യത കൂടി ഭാവിയിൽ ജനത്തിന്റെ തലമേൽ തന്നെ എത്തുകയാണ്. അതായത് കേരളം വീണ്ടും കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് വിപ്പ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർക്ക് പെൻഷൻ നൽകാനായി ഒരു മാസം ചിലവഴിക്കുന്നത് 73 ലക്ഷം രൂപയാണ്. 1340 പേരാണ് നിലവിൽ പെൻഷൻ വാങ്ങുന്നത്. പരമാവധി അടിസ്ഥാന പെൻഷൻ 83,400 രൂപയാണ്. ഈ പേഴ്സണൽ സ്റ്റാഫുകൾ ജോലി ചെയ്ത തസ്തിക അനുസരിച്ച് 3,350 രൂപ മുതൽ 70,000 രൂപ വരെ പെൻഷൻ വാങ്ങുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് ഉയർന്ന പെൻഷനാണ് അർഹതയുള്ളതും. 63 പേരാണ് 10,000 രൂപയ്ക്ക് മുകളിൽ പെൻഷൻ വാങ്ങുന്നത്. ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം 2.5 വർഷത്തിന് ശേഷം രാജിവെച്ച മന്ത്രി അഹമ്മദ് ദേവർകോവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്നത് 25 പേരാണ്. ഇതിൽ 7 പേർ സർക്കാർ സർവീസിലുള്ളവരാണ്, 18 പേർ രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തിയവരും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ 3 പേരാണ്. ഇതിൽ 2 പേർക്ക് രാഷ്ട്രീയ നിയമനം. 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരിൽ 2 പേർ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ. ഒരു PA, ഒരു അഡീഷണൽ PA, 4 ക്ലർക്കുമാർ, 5 പിയൂൺമാർ, 2 ഡ്രൈവർമാർ, പാചകക്കാരൻ ഇവരെല്ലാം രാഷ്ട്രീയ നിയമനത്തിൽ കൂടി കൊണ്ടുവന്നവരാണ്. 21 പേരാണ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്നത്. ഇതിൽ 19 പേരും രാഷ്ട്രീയ നിയമനത്തിലൂടെ മാത്രം എത്തിയവർ. ഒരു അഡീഷണൽ സെക്രട്ടറിയും ക്ലർക്കും ഡെപ്യൂട്ടേഷനിലെത്തി. 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, 4 അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, ഒരു അഡീഷണൽ PA, ഒരു അസിസ്റ്റന്റ്, 4 ക്ലർക്ക്, 4 ഓഫീസ് അസിസ്റ്റന്റ്, 2 ഡ്രൈവർമാർ, പാചകക്കാരൻ എന്നിങ്ങനെയാണ് ഇവരുടെ പട്ടിക നീളുന്നത്. പുതിയ മന്ത്രിമാരാകട്ടെ പഴയ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തുടരാൻ അനുവദിക്കുന്ന പദവുമില്ല. സ്വന്തം പാർട്ടിക്കാരെ നിയമിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെ കടുത്ത വിമർശനവും നേരിടേണ്ടി വരും. പേഴ്സണൽ സ്റ്റാഫിൽ നേരിട്ടുള്ള നിയമനം 15-ൽ ഒതുക്കണമെന്നായിരുന്നു LDFന്റെ നിർദ്ദേശമുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും 22 പേരെയാണ് നേരിട്ട് നിയമിച്ചിരിക്കുന്നത്. ഈ 20 പേർക്കുമുള്ള നിയമനമാകട്ടെ രാഷ്ട്രീയ നിയമനത്തിലൂടെയാണ്. ഇതിന് പിന്നാലെ ചീഫ് വിപ്പ് N ജയരാജാണ് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമതെത്തുന്നത്. മന്ത്രിമാരിൽ മുന്നണി നിർദ്ദേശം പാലിച്ചു പോകുന്നത് P രാജീവും AK ശശീന്ദ്രൻ എന്നിവർ മാത്രമാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പരമാവധി 30 പേരെ നിയമിക്കാനാണ് സർക്കാർ ഉത്തരവെങ്കിലും 25 മതിയെന്നായിരുന്നു LDFന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ 33 പേരുണ്ട്. മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി, K രാജൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, സജി ചെറിയാൻ, ചീഫ് വിപ്പ് N ജയരാജ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ 25 പേരെ നിയമിച്ചപ്പോൾ മറ്റ് ക്യാബിനറ്റ് റാങ്കുകാർ എണ്ണം കുറച്ചിരിക്കുന്നു. 22 പേഴ്സണൽ സ്റ്റാഫിനെയാണ് R ബിന്ദു നിയമിച്ചിരിക്കുന്നത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ഏറ്റവും അധികം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. 6 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. K കൃഷ്ണൻകുട്ടി 5 പേരെയും, മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 പേരെയും, AK ശശീന്ദ്രൻ 4 പേരും എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ഇവർക്ക് പ്രത്യേക പെൻഷൻ നൽകേണ്ടതില്ല എന്നത് തന്നെ ഒരു ആശ്വാസം. അതേസമയം ക്യാബിനറ്റ് റാങ്കുകാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കപ്പെട്ടതിന് പിന്നാലെ പാർട്ടി നേതാക്കൾക്ക് സേവനം നൽകുന്ന പ്രവണതയുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അറ്റൻഡ് തസ്തികയിൽ 23,000 മുതൽക്ക് 50,200 രൂപ വരെ ശമ്പളത്തിൽ നിയമിക്കപ്പെട്ടയാൾ KPCC പ്രസിഡന്റിന്റെ PA ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിൽ അഡീഷണൽ PA തസ്തികയിൽ അടുത്തിടെ നടത്തിയ നിയമനം പുതിയ തസ്തിക സൃഷ്ടിച്ചില്ലെന്നും ഡെപ്യൂട്ടേഷനിൽ വന്നയാൾ വിരമിച്ചപ്പോൾ പകരം നിയമനം നടത്തിയതാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നൽകുന്ന വിശദീകരണം. അത്തരത്തിൽ ഇപ്പോൾ അടിമുടി മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം ജനങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നതിന്റെ വ്യക്തമായ വിവരങ്ങൾ, വ്യക്തമായ തെളിവുകൾ എന്ന് തന്നെയായിരിക്കണം പറയേണ്ടത് എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.